ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. നമുക്ക് 119/2025 ഈ അടുത്ത് നടന്ന ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ മലയാളം 10 ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. മാത്രമല്ല, നമ്മളുടെ ചാനലിൽ ഐറ എപ്പോഴും കമന്റ് ചെയ്യും 119/2025 ഒന്ന് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ഇന്നത് പറയാണ്. പറയുന്നത് വഴി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. മലയാള വ്യാകരണ സിലബസിൽ ഇല്ലല്ലോ, അത് പഠിക്കണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ഇപ്പൊ കാണുമ്പോൾ കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ദ്വിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സന്ധി നമ്മുടെ സിലബസിൽ ഉണ്ടോ? ഇല്ല, പക്ഷെ ചോദിച്ചു. സന്ധിയുടെ ക്ലാസ് നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്ലി PSC യൂട്യൂബിൽ എത്തിച്ചിട്ടുണ്ട്. കാണാത്തവർ സെർച്ച് ചെയ്യുക, കാണുക. ഫ്രണ്ട്ലി PSC സന്ധി എന്നൊന്ന് അടിച്ചു കൊടുത്താൽ കാണാം നിങ്ങൾക്ക്. നമുക്ക് സന്ധിയിലേക്ക് കടക്കാം. ആദ്യത്തെ വാക്ക് അതല്ല. അതല്ലാനെ പിരിക്കുമ്പോൾ ഏത് സന്ധിയാണെന്ന് നോക്കാം. അതല്ല എന്ന് പറയുമ്പോ അത് അധികം അല്ല അതല്ല. 4 എണ്ണം കൊടുത്തു, കിട്ടിയത് 3 എണ്ണമാണ്. അപ്പൊ അത് ലോപസന്ധിയാണെന്ന് കാണുമ്പോഴേ അറിയാം. അടുത്തത് മഴുവില്ല. മഴു അധികം ഇല്ല, മഴുവില്ല. അപ്പൊ വകാരമൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് മനസ്സിലല്ലേ, പിരിച്ചു പോലും നോക്കാതെ ഏതാണ് ആഗമസന്ധിയാണ് എന്ന് പറഞ്ഞു തന്നേക്കാം. മഴുവിനെ ഇല്ലേനെയും കൂടെ കൊടുത്തപ്പോ എനിക്ക് മഴുവില്ല കിട്ടി. അതായത് ഈ പറയുന്ന ഈ ആണ് ഞാൻ കൊടുത്തത്, എനിക്ക് കിട്ടിയത് ബി ആണ്. അപ്പൊ ബീനെ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കാണാൻ പറ്റി അധികം ഈ ആണ് ഞാൻ കൊടുത്ത ഈ അല്ല ഇവിടെ കിടക്കുന്നേ. ഇവൻ എവിടെ നിന്ന് വന്നടാ? ഇവൻ ആഗമിച്ചു വന്നു, ആഗമസന്ധി. അപ്പൊ ഇത് രണ്ടും അല്ല. അടുത്ത നോക്കിയേ, 800. 800 പിരിച്ചേ. എണ്ണധികം 100 ആണ് 800. അപ്പൊ ഈ ഇണ്ണും നൂവും കൂടെ കൊടുത്ത് എനിക്ക് എന്തുവാണ് കിട്ടിയത്? ഇണ്ണു ആണ് കിട്ടിയത് അല്ലെ? ഇണ്ണു ആണ് കിട്ടിയത്. അപ്പൊ ഈ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാല് ഇണ്ണും നായും കൂടെ കൊടുത്തപ്പോ എനിക്ക് ഇണ്ണുവാണ് കിട്ടിയെന്ന് നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഈ ഇണ്ണാനെ അങ്ങ് പിരിച്ചപ്പോൾ അധികം എന്ന് കിട്ടി. ആണ് എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങളെ? അതായത് നായും കൂടെ കൊടുത്ത എനിക്ക് കിട്ടിയത് എന്തെന്നാണ്? ആണ്. അതായത് ഇവനെ കൊടുത്ത എനിക്ക് പകരമായിട്ട് ഇവനെ കിട്ടി. അതായത് അത് ആദേശസന്ധിയാണ്, ആദേശമാണ്. 800 ആദേശമാണ്. അപ്പൊ ഇവിടെ ശരിക്കും ഉത്തരായിട്ട് വരുന്നത് എന്താ? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമല്ലാത്തത്. ഇതൊന്നും ദ്വിത്വസന്ധിക്ക് ഉദാഹരണമല്ല, ഇവയൊന്നുമല്ലയാണ് ഉത്തരം. പിന്നെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന 800 8000 ഉണ്ടല്ലോ. 8000 ആയിരുന്നു ഓപ്ഷനിലെങ്കിൽ അവൻ ദ്വിത്വസന്ധി ആയനെ. 800 ആയതുകൊണ്ട് അത് ഏത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. ക്ലിക്കായല്ലോ, കിട്ടിയല്ലോ. ഇവയൊന്നുമല്ലാണ് ഉത്തരം. അപ്പൊ നമ്മളുടെ ബുക്കില് സന്ധിയുടെ ക്ലാസ് കാര്യങ്ങള് എഴുതിയിട്ടുണ്ട്. അപ്പോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബുക്കിൽ സന്ധി. നമ്മുടെ ബുക്കിൽ നിന്നാണ് വന്നത്. അപ്പൊ സന്ധി പഠിച്ചവർക്ക് അത് കിട്ടും. അടുത്ത ചോദ്യം, സമാസം സിലബസിൽ ഇല്ലല്ലോ, പക്ഷെ വന്നില്ലേ? വന്നു. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏത്? സമാസവും നമ്മളുടെ ബുക്കിലുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം കൈകാൽ. എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ സമാസം ഇപ്പോഴും പഠിക്കാത്തവന്മാരോട് പറയുകയാണ്, ഫ്രണ്ട്ലി PSC സമാസം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നല്ല ഫ്രീ ക്ലാസ് അതിൽ കിടപ്പുണ്ട് വിശദമായിട്ട്. അപ്പൊ കൈകാലം എന്ന് പറയുമ്പോ എന്താ? കൈയും കാലും ചേർത്തിട്ടാണ് കൈകാലം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ രണ്ടിനും തുല്യ പ്രാധാന്യമാ. കൈക്കും കാലിനും തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസത്തിൽ വരുന്ന. ദ്വനത്തിനും തുല്യ പ്രാധാന്യമാണ് ദ്വന്ദ്വൻ. അപ്പൊ അത് ദ്വന്ദ്വമാണ്. ആന കുതിരകൾ, ആനയ്ക്കും കുതിരയ്ക്കും തുല്യ പ്രാധാന്യമാ യുദ്ധത്തിലെ. ആനപ്പടയും കുതിരപ്പടയൊക്കെ ഇല്ലേ, രണ്ടിനും തുല്യ പ്രാധാന്യമാ. അപ്പൊ ഏതാണ്? ദ്വന്ദ്വം. ദ്വനത്തിനും തുല്യ പ്രാധാന്യം വന്ന ദ്വന്ദ്വല്ലേ? അപ്പൊ ഇവനും ദ്വന്ദ്വമാണ്. ഇനി താമരക്കണ്ണൻ, താമരയുടെ ഇതളൊക്കെ പോലുള്ള കണ്ണുള്ളവൻ. താമരക്കണ്ണൻ എന്ന് പറയുമ്പോൾ താമര ഇതള് പോലെ കണ്ണുള്ളവൻ ആണ്. അപ്പൊ അത് ഉപമിത തൽപുരുഷനിൽ വരുന്നതാണ്. അപ്പൊ അതും അല്ലല്ലോ. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 1ഉം 2ഉം. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ്. അപ്പോ സമാസം നമ്മളുടെ ബുക്കിൽ ഉണ്ടായിരുന്നു. അടുത്തത് അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നതേത്? പേജ് നമ്പർ 170 എടുക്കുമ്പോൾ നിങ്ങൾക്ക് തത്തയുടെയും കുയിലിന്റെ ഒക്കെ പര്യായം കിട്ടും. അപ്പൊ തത്തപ്പര്യായത്തില് നമ്മൾ ശുകം കാണും. ഇതിലുണ്ട് തത്തപ്പര്യായത്തിൽ ശുഗമുണ്ട്. പിന്നെ തത്തയുടെ കുറെ പര്യായമുണ്ട്. പിന്നെ കുയില് പര്യായത്തില് പികമുണ്ട്. അപ്പൊ പികം കുയില്, ശുകം തത്ത. പിന്നെ ഹംസമാണ് എന്ത്? അരയന്നം. അപ്പൊ ഹംസം അരയന്നം അത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം ശരി ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 3 ചോദ്യങ്ങളും ഇവരെ പഠിച്ചാൽ കിട്ടും. ഇവനെ മാത്രമല്ല, രണ്ടും കൂടാണ് കേട്ടോ. ഇവന്മാരെ പഠിച്ചാൽ കിട്ടും. അടുത്തത്
അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം. ഇത് ഒരു KS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അന്യനാൽ വളർത്തപ്പെടുന്നത്, അതായത് പരഭൃതവും പരഭൃത്തും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പരഭൃതം, അന്യൻ അമ്മമ്മം കൊടുത്ത് വളർത്തുന്ന കുയില് പരഭൃതം ആണെന്നും കുയിലിനെ അമ്മമ്മം കൊടുത്ത് വളർത്തുന്ന കാക്ക പരഭൃത്താണെന്നും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ബുക്കിലും ഉണ്ട്. പേജ് നമ്പർ 186 കബോധത്തിന്റെ, അതായത് ഓപ്ഷന്റെ അകത്തുള്ള സാധനം കിടപ്പുണ്ട്, കബോധത്തിന്റെ എക്സാമ്പിൾ കിടപ്പുണ്ട്. അപ്പൊ കബോധം പ്രാവാണ്. പിന്നെ ജാമി ഏതാണ് ഉത്തരം? ജാമി കുലസ്ത്രീ. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ജാമി കുലസ്ത്രീയാണ്. പിന്നെ നമ്മുടെ ഉത്തരം ഏതാ? പരഭൃതയാണ്. അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നൊരു അർത്ഥത്തിൽ വരുന്നത് ഏതാണ്? പരഭൃത. പരഭൃത. അപ്പൊ പരഭൃത അന്യനാൽ വളർത്തപ്പെട്ടവൾ, പരഭൃത അമ്മമ്മ കഴിക്കുന്ന കുയില്, കുയിലാണ്. പരഭൃത്ത് അമ്മമ്മ കൊടുക്കുന്ന കാക്കയാണ്. കിട്ടി. ഇനി പ്രാചീനം എന്ന പദത്തിന്റെ വിപരീതം താഴെ പറയിൽ നിന്ന് കണ്ടെത്തുക. പേജ് നമ്പർ 44, അതായത് SCERT ന്യൂ. SCERT ന്യൂവില് എഴുതിയിട്ടുണ്ട് അർവാചീനം സമം നവീനം. എന്നിട്ട് പിന്നെ വേറൊരു പേജിലുണ്ട്, ആ സെയിം 9ാം ക്ലാസ്സിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്രാചീനത്തിന്റെ വിപരീതം അർവാചീനമാണ്. അർവാചീനത്തിന്റെ അർത്ഥം നവീനമാണെന്ന് കൊടുത്തിട്ട് അതിന്റെ താഴെ എന്തുണ്ട്? പ്രാചീനത്തിന്റെ വിപരീതം നവീനമാണെന്ന്. അപ്പൊ പിന്നെ ഉത്തരം കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഏതാണ്? ആ നവീനം. പ്രാചീനത്തിന്റെ വിപരീതം നവീനം. അതും ബുക്കിലുണ്ട്. SCERT 9ാം ക്ലാസ് ന്യൂ അതിലുണ്ടായിരുന്നു. അപ്പൊ 5 നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിൽ 5 ബുക്കിൽ നിന്ന് തന്നെയാണ് വന്നത്. അടുത്തത്, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ പണ്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നോ? 2 പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഏട്ടിലെ പശു. ഏട്ടിലെ പശു എന്ന് വെച്ചാൽ പ്രയോജനശൂന്യമാണ്. ബുക്കിലുണ്ട്, പേജ് നമ്പർ 222 എടുത്ത് നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോ പ്രയോജനശൂന്യമാണ്. അതായത് ഏടെന്ന് വെച്ചാൽ എന്താ? ഏടെന്ന് വെച്ചാൽ താള്. താളില് നല്ലൊരു മുട്ടകാട്ടിനൊരു പശുവിന്റെ ഫോട്ടോ ഉണ്ടെന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് ഏട്ടിലെ പശു. ഒരു പ്രയോജനവും ഇല്ല, അങ്ങനെ പടം അവിടെ ഇരിക്കുമെന്നല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ആ ശൈലി വന്നത്. ഏട്ടിലെ പശു പ്രയോജനശൂന്യം എന്നർത്ഥം. പിന്നെ വാഗ്വാദം. വാഗ്വാദം പേജ് നമ്പർ 254 ഉണ്ട്. വാഗ്വാദം നോക്കിയവര് കിട്ടിക്കാണും. അപ്പൊ വാഗ്വാദം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. വാക്ക് അധികമാകും. നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട്. ഇത് SCERT പഠിപ്പിച്ചപ്പോൾ ഞാൻ ഈ സെയിം കാര്യം പറഞ്ഞു. SCERT നമ്മൾ ചേർത്തെടുത്ത് പിരിച്ചെടുത്ത ക്ലാസ്സിലും ബുക്കിലും ഒക്കെ ഉണ്ട്. കൊടുത്തപ്പോ വാക്കായിരുന്നു, പാലിക്കാൻ വന്നപ്പോ ഗൗനിച്ചില്ല, ഗായാണ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കൊടുത്തപ്പോ വാക്കായിരുന്നു അല്ലെ, പാലിക്കേണ്ട സമയമാകുമ്പോ എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ പോലെ എന്താ, അപ്പൊ വാക്ക് മാറ്റി ഗായാക്കി കളഞ്ഞു, ഗൗനിച്ചില്ല എന്ന് ഓർത്താണ്. അപ്പൊ ഓപ്ഷൻ 2, അതായത് വാക്ക് അധികം വാദമാണ് വാഗ്വാദം. അപ്പൊ നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് 7 ക്വസ്റ്റ്യനും ബുക്ക് പഠിച്ച മാർക്ക് കിട്ടിയില്ലേ? ബുക്ക് പഠിച്ച മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നവർക്ക് ധൈര്യമായില്ലേ? പിന്നെ അടുത്ത പദമാണ്, ശരിയായ പദം ഏത്? വായനശീലം. പേജ് നമ്പർ 86 നമ്മുടെ ബുക്കിൽ പേജ് നമ്പർ 86 കിടപ്പുണ്ട്. ഓപ്ഷൻ ബി ആണ് 1, വായനശീലം. അതായത് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ വെറുതെ പുസ്തകപ്പുഴുവിനെ പോലെ ഇരുന്ന് വായിക്കുമ്പോൾ ബോറടിക്കും അല്ലെ. അതായത് വായന നീട്ടിക്കൊണ്ടുപോയാൽ ബോറടിക്കും. അതുകൊണ്ട് നീട്ടരുത്, അത്യാവശ്യം കുറച്ചു നേരം വായിക്കുക. വായനശീലം മതി. വായനാശീലം എന്ന് പറഞ്ഞ വേണ്ട, അത് കോഡ് വെച്ച് ഓർക്കണം കേട്ടോ. വായനശീലം, വായനശാല, അങ്ങനെ രീതിയിൽ വെച്ച് നീട്ടിക്കൊണ്ടുപോയാൽ ബോറടിക്കും ഓർക്കുക. വായനശീലം. വായനശീലം ശരി. കിട്ടിയോ? അതും ബുക്കിലുണ്ട്. അപ്പൊ നിലവിലെ 8 ബുക്കിൽ നിന്നാണ്. ശരിയായ വാക്യം ഏത്? വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു. അപ്പോ നമ്മളുടെ ബുക്കില് വാക്യശുദ്ധിയിലാത്തും ഘടകപദത്തിന്റെ അകത്തും വാക്യങ്ങൾ ചേർക്കുമ്പോഴുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചേർക്കുമ്പോൾ പിന്നെ വാക്യം തുടങ്ങുന്നത് പോലെ ആവണം അവസാനിപ്പിക്കേണ്ടത് എന്നൊക്കെ കുറെ റൂളുകൾ പറഞ്ഞിട്ടുണ്ട്. അതേ കൂടെ ഒന്ന് വായിച്ചു പോകുന്നവർക്ക് ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റും കേട്ടോ. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു. അവിടെ ഒരു ആവർത്തനത്തിന്റെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്ത സെന്റൻസ് നോക്കാം. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു. നമുക്ക് ആശയം മനസ്സിലാക്കാൻ ആ ഒരൊറ്റ സെന്റൻസ് മതി. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു, ഇത് മതി. അല്ലാതെ ഈ പറയുന്ന ക്ലേശകരവും ശ്രമകരവും അപ്പൊ അവിടെ ഈ ഉമ്മ് ചേർത്ത് പ്രയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരേ അത് തെറ്റാണ്. അടുത്ത സെന്റൻസ് ഇത് കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തത് എങ്ങനെയാ വന്നേക്കുന്നത്? വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ അത് തെറ്റാന്ന് വായിക്കുമ്പോഴേ മനസ്സിലാവല്ലോ. അപ്പൊ ഓപ്ഷൻ 2 ആണ്. അപ്പോ ഘടകപദം
പിന്നെ ഗതിയുടെ പ്രയോഗം, ഇതെല്ലാം വാക്യശുദ്ധിയിലും ഘടകപദത്തിലുമായിട്ട് ഇട്ടിട്ടുണ്ട്. അത് വായിച്ചവർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. നമ്പ്യാറിന്റെ സ്ത്രീലിംഗമാണ്. നമ്പ്യാറിന്റെ സ്ത്രീലിംഗം ഇവിടെ കാണാനില്ലല്ലോ. നമ്പ്യാറിന്റെ സ്ത്രീലിംഗം ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? നങ്ങ്യാരാണ്. നങ്ങ്യാര്, നമ്പ്യാര്, നങ്ങ്യാര്. നമ്മളുടെ പേജ് നമ്പർ 276 കിടപ്പുണ്ട്. നമ്പ്യാരുടെ സ്ത്രീലിംഗം നങ്ങ്യാര്. അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിൽ 10ഉം ഇതിൽ നിന്ന് തന്നെയല്ലേ വന്നേ. അപ്പൊ ബുക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഇല്ലേ? ഒന്നും അറിയാത്തവർക്കും പഠിക്കാൻ പറ്റുന്നതല്ലേ. അതായത് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്റെ പരീക്ഷ 20-ാം തീയതിയാണ്, ഇനി പഠിച്ചാൽ പറ്റുമോന്ന്. മലയാളം ഒന്നറിയാൻ മേലാത്തവരെങ്ങനെ പഠിക്കണം? മലയാളത്തിന് അത്യാവശ്യം ബേസ് ഉള്ളവർ പഠിക്കണം. എങ്ങനെ പഠിക്കണം? മലയാളത്തില് ഒന്നും അറിയാൻ വയ്യാത്തവര് എങ്ങനെ പഠിക്കണം? പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പൊക്കെ ബുക്ക് കിട്ടുന്നവർ എങ്ങനെ പഠിക്കണം? ഇതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഉള്ള ബുക്ക് ഉടനെ അടുപ്പിക്കുമോന്നൊന്നും അറിയത്തില്ല. നമ്മളുടെ ബുക്ക് ഈ മാസം വാങ്ങുന്നവർക്കൊക്കെ ഓഫർ കൊടുത്തിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ എക്സാം. അപ്പൊ ഈ മാസം ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്ലാസ് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ബുക്ക് വേണ്ടവര് വാങ്ങിച്ചോളൂ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2025 PSCയുടെ ഒരു ലെവൽ മനസ്സിലായല്ലോ. അപ്പം മലയാള വ്യാകരണത്തിന് എന്തോരം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.